പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഷാങ്ഹായ് ഉച്ചകോടി. ഭീകരതയെക്കുറിച്ചുള്ള ഇരട്ടത്താപ്പ് അസ്വീകാര്യമാണെന്ന് അംഗരാജ്യങ്ങൾ ഒരേ സ്വരത്തിൽ പറയണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഉച്ചകോടി പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചത്. ഷാങ്ഹായ് കൂട്ടായ്മയിൽ പാകിസ്ഥാന് അംഗമാണ് എന്നതിനാൽ തന്നെ നയതന്ത്രപരമായി ഇത് ഇന്ത്യയ്ക്ക് ഒരു വലിയ വിജയമാണ്. രാജ്യത്തിന്റെ ഊർജ്ജമേഖലയിൽ വമ്പൻ വിപ്ലവത്തിന് വഴിയൊരുക്കുന്ന സോളാർ പ്രൊഡക്ട് നടപ്പാക്കാൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ഗുജറാത്തിലെ കച്ചിൽ 5,50,000 ഏക്കറുകളിലായാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിംഗിൾ സെറ്റ് സോളാർ പ്രൊജക്ട് സജ്ജമാക്കുന്നത്. സിംഗപ്പൂർ എന്ന രാജ്യത്തിന്റെ വലുപ്പത്തിന്റെ 3 ഇരട്ടിയോളം വരുന്ന ബൃഹത്ത് പദ്ധതിയാണ്. ഇന്ത്യയുടെ വൈദ്യുത ആവശ്യകതയുടെ 10% നൽകാൻ ശേഷിയുള്ളതായിരിക്കും പ്രൊജക്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന 105 സ്നേഹ വീടുകളുടെ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം. തൃക്കൈപ്പറ്റ വെള്ളിത്തോട് പദ്ധതി പ്രദേശത്ത് നടന്ന പരിപാടിയിൽ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തറക്കല്ലിട്ടു. ഗനീവ് ആംബുലൻസ് സർവീസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കമ്മീഷൻ ഇടപാടിൽ സർക്കാർ തുടരുന്ന മൌനത്തിനെതിരെ രമേശ് ചെന്നിത്തല സർക്കാർ പ്രതികരിക്കാത്തത് കുറ്റസമ്മതമായി കണക്കാക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ സർക്കാർ നടത്തുന്ന എല്ലാ ഇടപാടും കമ്മീഷൻ കൈപ്പറ്റുന്ന ഇടപാടായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഓണം മലയാളികളുടെ ദേശീയ ഉത്സവം ആണെങ്കിലും ഓരോ പ്രദേശത്തിനും അനുസരിച്ച് വ്യത്യസ്തമായ പലതരം ആചാരങ്ങളും അനുഷ്ഠാന രീതികളും നിലനിൽക്കുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായ അനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് വടക്കേ മലബാറിൽ നിലനിൽക്കുന്ന ഓണപ്പൊട്ടന് വരവ്. യഥാർത്ഥത്തിൽ ഗ്രാമീണ പ്രദേശങ്ങളിൽ ഓണത്തിന്റെ വരവ് അറിയിച്ചുകൊണ്ടാണ് ഓണപ്പൊട്ടന്മാർ പ്രത്യക്ഷപ്പെടുന്നത്. ദുബായിലേക്ക് പോകാൻ അനുമതി വേണമെന്ന നടൻ സൗബിൻ ഷാഹിറിന്റെ ആവശ്യം കോടതി തള്ളി. അവാർഡ് നൈറ്റ്സിൽ പങ്കെടുക്കാൻ ദുബായിൽ പോകേണ്ടതുണ്ടെന്നും അനുമതി വേണമെന്നും സൗബിന് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കടുത്ത ജാമ്യ വ്യവസ്ഥയുള്ളതാണ് താരത്തിന് വിനയായത്. മാധ്യമപ്രവർത്തക ലക്ഷ്മി പദ്മയ്ക്കെതിരെ ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയെ ലക്ഷ്മി പദ്മ കഴിഞ്ഞ ദിവസം നേരിൽ പോയി കണ്ടിരുന്നു. ഇതിന് പിന്നാലെ അവർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിനോട് ചില ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമമെന്ന് ശിബിര നേതാവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീനദേവ് പ്രമുഖ ചാനൽ തന്നെ ഇരയാക്കാനുള്ള ശ്രമം നടത്തി. പരാതിക്കാരെ സൃഷ്ടിച്ചെടുക്കാനും തപ്പിയിറങ്ങാനും ഈ കാട്ടുന്ന വ്യഗ്രതയിൽ കൊത്തിയെടുക്കുന്ന ദുരാരോപണങ്ങളുടെ കൽക്കൂട്ടങ്ങളിൽ പാകപ്പിഴകൾ ഉണ്ടാകണം. കൊലപാതക കേസിൽ ജയിലിൽ കഴിയുന്ന കന്നഡ നടൻ ദർശൻ പുതിയ ആവശ്യവുമായി കോടതിയിൽ. ജയിലിലെ സൗകര്യങ്ങൾ പോരാ എന്ന് കാണിച്ചാണ് കോടതിയിൽ എത്തിയിരിക്കുന്നത്. തനിക്ക് കിടക്ക വേണം എന്നും നടന് ആവശ്യപ്പെട്ടു. അതിനിടെ നടി രമ്യക്കെതിരെ അശ്ലീല ഭീഷണി മുഴക്കിയ സംഭവത്തിൽ ദർശന്റെ ആരാധകരായ 12 പേരെ അറസ്റ്റ് ചെയ്തു. താമരശ്ശേരി ചുരം പാത ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി എം. വയനാട് ജില്ലയുടെ ജീവനാഡിയായ താമരശ്ശേരി ചുരം പാത ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നും തുടർച്ചയായ മണ്ണിടിച്ചിലുകൾ തടയുന്നതിന് വിദഗ്ധ സമിതിയെ അടിയന്തരമായി നിയോഗിക്കണമെന്നും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെട്ടതായി പ്രിയങ്ക ഗാന്ധി അറിയിച്ചു. വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ഈ ദേശീയപാതയിലെ ഗതാഗത തടസ്സം ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി അവർ ചൂണ്ടിക്കാട്ടി.